നമ്മുടെ രോഗികൾക്ക് നമ്മൾ ചികിത്സകൾ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഹൈ റിസ്ക് ഇൻവാസീവ് പ്രൊസീജിയേഴ്സോ ട്രീറ്റ്മെൻറ്റോ ഹൈ റിസ്ക് ട്രീറ്റ്മെൻറ്റോ ഒക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ, അനസ്തേഷ്യ സർജറി പോലുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റിസർച്ച് പ്രോട്ടോക്കോൾ ആകാം, അതൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൺസേൺ സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഇൻഫോംഡ് കൺസേൺ വാങ്ങണം എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പേഷ്യൻ്റെ റൈറ്റാണ് ആ കൺസേൺ നിങ്ങൾ വാങ്ങണം എന്നുള്ളത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇൻഫോംഡ് കൺസേൺ എന്നാണ് ഇതിനെ എപ്പോഴും എല്ലാ സ്ഥലത്തും പറയുന്നത്. ആ കൺസേൺ വാങ്ങുമ്പോൾ എന്താണത്? വിവരമുള്ള കൺസേൺ എന്നാണോ? അല്ല, വിവരങ്ങൾ നൽകിയതിന് ശേഷം വാങ്ങുന്ന കൺസേൺ ലെറ്റർ. വളരെ വ്യക്തമായി നടക്കാൻ പോകുന്ന ചികിത്സയെക്കുറിച്ച്, അത് ഒരു ഓപ്പൺ സർജറി ആകാം, അല്ലെങ്കിൽ റിസർച്ച് പ്രോട്ടോക്കോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്നതിനെക്കുറിച്ചായിരിക്കാം. നമ്മൾ പല സ്റ്റാൻഡേർഡിലും ഇത് പഠിച്ചതാണ്. ഇത് പേഷ്യൻ്റെ റൈറ്റാണെന്ന് നമുക്കറിയാമോ? അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ഔദാര്യമല്ല കൺസേൺ ലെറ്റർ വാങ്ങുക, അത് വിശദീകരിച്ച് കൊടുക്കുന്നത്. വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, സർജറിയെക്കുറിച്ച്, അനസ്തേഷ്യയെക്കുറിച്ച്, നമ്മൾ ഒരു റിസർച്ചിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വിശദമാക്കി കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം, മനസ്സിലായി എന്നത് ഒപ്പിട്ട് വാങ്ങുന്നത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ്. PRE 2G കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ്സ് informed consent before the transfusion of blood and blood components, anesthesia, surgery, any research protocol and any other invasive or high risk procedure അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു കാര്യം അവരുടെ റൈറ്റാണ്, പേഷ്യൻ്റെ റൈറ്റാണ്, മറന്നു പോകണ്ട. അവസാനം കമ്പിളിപ്പുതപ്പ് എന്ന് നമ്മളിന്ന് തമാശക്ക് പറയാറുണ്ട്. വളരെ പഴയ സുന്ദരമായൊരു സിനിമ, മാനാർമത്തായി സ്പീക്കിംഗ് ആണ് സംതിങ്. അമ്മ മകനോട് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാൻ കാശില്ലാത്തപ്പോൾ കമ്പിളിപ്പുതപ്പെന്ന് പറഞ്ഞ് നമ്മളെടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് കമ്പിളിപ്പുതപ്പ് ആകരുത് കേട്ടോ. കാരണം പലപ്പോഴും പേപ്പറിനകത്ത് അങ്ങ് ഒപ്പിട്ട് വാങ്ങുന്നതാണ് ഇൻഫോംഡ് കൺസേൺ.